ഹലോ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ അമ്മ. അമ്മ ഇന്ന് അടുക്കളയിൽ വലിയ ജോലിയിലാണ്. അപ്പോൾ അമ്മ കുറച്ച് വയസ്സായ ആളാണ് കേട്ടോ. കാണുമ്പോൾ തിരികെ അമ്മ നേഴ്സിംഗ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ഗവൺമെൻറ് സർവീസിൽ നിന്ന്. ഇപ്പം എന്നെയും മക്കളെയൊക്കെ നോക്കിയിട്ട് വീട്ടിലെ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ആളാണ്. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് തുടക്കം കുറിച്ചു. അപ്പോൾ CD മുള്ളൻ എന്ന് പറയുന്ന സംഭവം വാങ്ങിയിട്ടുണ്ട്. അത് അമ്മ ഇങ്ങനെ പെരക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. പൊരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ പെരക്കിക്കൊണ്ട് നിൽക്കലാണ്. കണ്ടില്ലേ, പെരക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇത് നല്ല ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ കറി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മ വന്നു ടൗണിലൊക്കെ പോയിട്ട്. അതുമല്ല അമ്മ തന്നെ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ നല്ല മുളകും മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിക്കുവാണ്. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് കൂവയൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂവ നിങ്ങൾക്ക് അറിയില്ലേ, കൂവ വെക്കാറുണ്ടോ എല്ലാവരും? ഇതാണ് കൂവ എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾ വറവൊക്കെ ആക്കിയിട്ട് ചായൻ്റെ കൂടെയും കഴിക്കും, ചോറിൻ്റെ കൂടെ വറവാക്കിയിട്ടൊക്കെ കഴിക്കും. ഇപ്പോൾ കൂവേൻ്റെയൊക്കെ സമയമാവാനായി. ശരിക്കും ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് കൂവയൊക്കെ ശരിക്കും കിളക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതിനെക്കൊണ്ട് പലതും ഉണ്ടാക്കും. നമ്മൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിത് വറവ് പോലെ ആക്കുകയോ ചെയ്യുക. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വറവൊക്കെ ആക്കി കടുകൊക്കെ വറുത്തിടുകയോ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൂവയൊക്കെ ആക്കണം. പിന്നെയും പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള ഇതിലേക്ക് കടക്കാൻ നോക്കുവാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് എന്നൊക്കെ വിചാരിച്ചു. അമ്മയോടുന്ന് ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ചെമ്മീനൊക്കെ കുറച്ച് പണി തന്നെയാണല്ലേ, ചെമ്മീനൊക്കെ കളയാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ചെമ്മീൻ കറിയൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ടൗണിൽ പോയിട്ട് അമ്മ വാങ്ങിയിട്ടൊക്കെ വന്നു. അപ്പോൾ അതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് ചെമ്മീൻ. ഇത് വലിയ ചെമ്മീനാണ് കേട്ടോ, വലിയതാണ്. ഇതാ കണ്ട നിങ്ങൾ, അതെല്ലാം അമ്മയുടെ കുറച്ചിട്ടു. ഇതിന് ചെമ്മീൻ എന്നല്ല പറയാന്നാണ് പറയുന്നത് പേര്. എന്നാണ് പേര് പറയാം, നിങ്ങൾ പറയാം? കൊഞ്ച്. ഇതിന് കൊഞ്ച് എന്നാണ് പറയാം കേട്ടോ, കൊഞ്ച് എന്നാണ് പറയാം. വലിയ ചെമ്മീൻ, അതിന് കൊഞ്ച് എന്നാണ് പോലും പറയാം. ഇത് ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കും. അപ്പോൾ അമ്മ ചെമ്മീനെല്ലാം അവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഞാനപ്പോൾ ഈ ക്യാബേജ് മുറിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ക്യാബേജ് കുറവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാബേജ് ഒക്കെ മുറിച്ചിടണം. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ക്യാബേജ് മുറിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനാവില്ല. അപ്പോൾ നമുക്ക് മുറിച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണാം കേട്ടോ. ഇനി CD മുള്ളൻ ഇവിടെ പൊരിച്ചുകൊണ്ട് നിൽക്കുവാണ്. നിങ്ങളെല്ലാവരും നാട്ടിൽ CD മുള്ളൻ തന്നെയല്ലേ പറയുന്നത്? ഇതിന് CD മുള്ളൻ അമ്മയെടുത്ത് പൊരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതാണ് CD മുള്ളൻ. കുറച്ചും കൂടി നല്ലോണം ഇത് ഫ്രൈ ആവണം, എന്നിട്ടേ നമുക്കിത് ചോറിന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതായിട്ടാകുമ്പോൾ കാണിക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കൂലേ അല്ലേ ഇതാവാൻ? അല്ലേ? നമ്മളെ പിന്നെ ചെമ്മീൻ അമ്മ വൃത്തിയാക്കി ചട്ടിയിലൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതിന് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ പെരക്കിയിട്ട് നമ്മൾ പുളിയല്ലേ ഒഴിക്കുക അല്ലേ? പുളിയെ ഒഴിക്കുക. പുളിയും ഒഴിച്ച് പിന്നെ കുടംപുളിയൊന്നും നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കുകയില്ല. പുളി തന്നെയാണ് നമ്മൾ അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ പുളിയും ഒഴിച്ച് ഇത് അടുപ്പത്ത് വെക്കും. അതിന് ശേഷം തേങ്ങ കലക്കി ഒഴിക്കുക ചെയ്യുക. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് ഇതിൻ്റെ കൂടെ കലക്കി ഒഴിക്കുക ചെയ്യുക. അങ്ങനെ നല്ലൊരു ചെമ്മീൻ ചാറ്, കൊഞ്ച് എന്നാണ് പറയുക. കൊഞ്ചിൻ്റെ ചാറ് റെഡിയാവും. മഞ്ഞപ്പൊടി ഇട്ടു. ഇതപ്പം മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടു. അമ്മ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പെരക്കും. നന്നായിട്ട് പെരക്കി ഇനിയാണ് പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത്. അങ്ങനെ ചെമ്മീൻ കുറച്ച് വെന്താവുമ്പോഴാണ് നമ്മൾ തേങ്ങയൊക്കെ കലക്കി അരച്ചത് ഇതിലേക്ക് കലക്കി ഒഴിക്കുകയാണ് ചെയ്യുക. പുളിയും കൂടി ഒഴിക്കും ഇതിൻ്റെ അകത്തേക്ക്. ഇത് പുളിയാക്കി വെച്ചത് അമ്മയിടുന്നതാണ്. പുളി നല്ലോണം ഇതാക്കുന്നുണ്ട്. അമ്മ പുളിയാക്കിയത് ഇതിലേക്ക്, പുളി നല്ലോണം പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുവാണ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെക്കും. ഇവിടുന്ന് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് നല്ല ചുമ വരുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യുന്നതിന് മുളകിൻ്റെ ഇതൊക്കെ നമ്മളെ തൊണ്ടയിലേക്ക് മാറുമ്പോൾ നല്ല ചുമയൊക്കെ വരുന്നുണ്ട് നമുക്ക്. ഇവിടെ ക്യാബേജ് ഞാനിവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഉപയോഗിക്കാം. നമ്മൾ വെറും ക്യാബേജ് മാത്രമേ വറുക്കലുള്ളൂ. ഇതിന് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പച്ചമുളക് മുറിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇടുക ചെയ്യുക. കടുകിൻ്റെ കൂടെ ഉഴുന്നുപരിപ്പും കൂടി നമ്മൾ ചിലപ്പോൾ വറവിലിടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണം കേട്ടോ.
നമ്മൾ ചെമ്മീൻ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലേക്ക് തക്കാളി ഉള്ളിയൊക്കെ നമ്മൾ മുറിച്ചിടും. അതൊക്കെ മുറിച്ചിട്ട് എല്ലാം കൂടി വന്നതിന് ശേഷം ആണ് നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ചതൊക്കെ ഇതിൻ്റെ കൂടെ കലക്കി പാരുന്നത്. അപ്പോൾ നമുക്ക് കാണാം നമ്മളെ CD മുള്ളൻ ഇടുന്നാവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. നമുക്ക് തേങ്ങയൊക്കെ കലക്കി പാരുമ്പോൾ നമുക്ക് കാണാം. കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക കിട്ടിയത് ഇതാ ഉപ്പിലിട്ട് വെച്ചിട്ട് കണ്ടോ, നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ നിങ്ങൾ. പിന്നെ നെല്ലിക്ക അച്ചാറും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്താണുള്ള അത് നെല്ലിക്ക അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ ഉണ്ടാക്കിയെന്ന് ചോറിൻ്റെ കൂടെ ഇതൊക്കെ കൂട്ടിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ പിന്നെ ഒരുക്കി ഇടാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ മുറിച്ചിട്ടു. ഇനി ഇതൊന്ന് തിളച്ചിട്ടാകുമ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങയൊക്കെ അരച്ചത് കലക്കി ഒഴിക്കുന്നത്. ഇത് നമ്മളെ കറിയെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മളിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ ഒരു ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഇതാ ഇനി തേങ്ങയൊക്കെ ഇവിടെ അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. തേങ്ങ ജീരകം വെളുത്തുള്ളി അരച്ച മിക്സാണിത്. ഇത് ഇനി നമ്മളെ കറിയിലേക്ക് ഒഴിക്കും. ഇതെല്ലാം കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടി നന്നായി തിളച്ചതിന് ശേഷം വാങ്ങി വെക്കും. ഇത് ഉള്ളിയൊക്കെ വറുത്തിടുന്നവരുണ്ട്. ഉള്ളി വറുത്തിടുന്നവർ വറുത്തിടും, അല്ലാത്തവർ വറുത്തിടാതെ ഉപയോഗിക്കും. ഇഷ്ടം പോലെ ചെയ്യാം. കാബേജ് ഇവിടെ മഞ്ഞപ്പൊടിയെല്ലാം ഉപ്പെല്ലാം പുരക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളക് മുറിച്ചിടണം. അപ്പോൾ നമ്മളെ കറി ഒക്കെ ഇവിടെ നിന്ന് തിളക്കുന്നുണ്ട്. പൊരിച്ചതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനി ആകണം. നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചെമ്മീൻ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിടക്കുവാണ് ചെമ്മീൻ കറി. അപ്പോൾ ഇതുപോലത്തെ ചെമ്മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചെമ്മീൻ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ CD മുള്ളൻ, അതുപോലെ തന്നെ ചെമ്മീൻ കറി, കൊഞ്ച് കറി നമ്മുടെ, അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാർ, ഇതാ കാബേജ് തോരൻ, മാങ്ങയച്ചാർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഒരു 2 മണിയൊക്കെ ആവാനായി. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.